കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും കർത്താവിനെ സ്തുതിക്കുവാനും പ്രാർത്ഥനയിൽ പങ്കുചേരുവാനും ആരാധിക്കുവാനും സ്വർഗം ചെയ്ത വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രെയർ ഗ്രൂപ്പിൻ്റെ അധികാരിയായി ദൈവം നിയമിച്ചിരിക്കുന്ന ബീന സിസ്റ്റർ, ഇന്നത്തെ ശുശ്രൂഷ ലീഡ് ചെയ്ത ചെറിയാൻ പാസ്റ്റർ എന്നിവരോടുമുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളുടെ കൂട്ടായ്മയെ അനുഗ്രഹിക്കട്ടെ, വർദ്ധിപ്പിക്കട്ടെ, സ്വർഗീയ നന്മ നിറയ്ക്കട്ടെ. വലിയ ദൈവ സാന്നിധ്യത്താൽ ഈ ശുശ്രൂഷകൾ കർത്താവ് മുന്നോട്ട് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അല്പസമയം നമ്മൾ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊരു വചനം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ തിരുവെഴുത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം എല്ലാ ദൈവമക്കളൊന്ന് കണ്ണുകളടച്ചാട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം തുറന്നു വരേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പിതാവിനോട് സംസാരിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പ്രിയ പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരികയാണ്. പ്രിയ പിതാവേ, ഇന്ന് പകൽക്കാലം നൽകപ്പെട്ടിരിക്കുന്ന അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവെഴുത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവേ, ഈ വചനത്തെ ഞങ്ങൾക്ക് അങ്ങ് തന്നെ തുറന്നു തരണമേ. ഈ വചനത്തിനകത്ത് അങ്ങ് വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജീവനും ആത്മാവും ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജനത്തിന്റെ ഹൃദയദൃഷ്ടിയെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് തന്നെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന്, സ്വർഗം തന്നെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലതും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. 3-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ, സ്തോത്രം. നിങ്ങൾ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. വിശുദ്ധ തിരുവെഴുത്തിനകത്ത് എവിടെയൊക്കെയാണോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ മുമ്പിൽ നടക്കും, ഞാൻ നിന്നിൽ വന്ന് വസിക്കും, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ എവിടെ കണ്ടാലും ദൈവസഭ തിരിച്ചറിയണം, ഇതൊരു വാഗ്ദത്ത വചനമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ നടക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയുള്ള ഏതൊക്കെ പദങ്ങളാണോ വാക്യത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, വിശുദ്ധ തിരുവെഴുത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഒരു വാഗ്ദത്തമാണ്. പിതാവാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നാം ഇന്ന് ഈ പ്രഭാതത്തിൽ വായിച്ചു കേട്ട ഈ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഈ വാക്യം എന്ന് പറയുന്നത് നമുക്കുള്ള വാഗ്ദത്തമാണ്. പുതിയ ഉടമ്പടി സഭയ്ക്കകത്ത് പിതാവാം ദൈവം
പുത്രനായ യേശുക്രിസ്തുവിലൂടെ നൽകിയിരിക്കുന്ന ഏറ്റവും അതിപ്രധാനമായതും ഏറ്റവും മനോഹരമായതും ശക്തമേറിയ ഒരു വാക്തത്വമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വാക്യം. ആ വാക്യം എങ്ങനെയാണ്? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും പിതാവാം ദൈവം ക്രിസ്തുയേശുവിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഈ വചനത്തിൽ നിന്ന് ഏറ്റെടുക്കാമോ? ഹല്ലേലൂയ. ഈ വചനത്തെ നമുക്കൊന്ന് സ്വീകരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞാട്ട്, പരിശുദ്ധാത്മാവേ, ഈ വചനം ഇന്ന് ഈ സമയം എന്നെയും എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമെന്ന് എല്ലാവരും ഹൃദയത്തിൽ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ ശക്തി തുറക്കപ്പെടട്ടെ. ഈ വചനത്തിനകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആത്മാവും ജീവനും തുറന്ന് നമ്മിലേക്ക് ഒഴുകി വരട്ടെ. നമ്മുടെ ഹൃദയത്തെ അത് നിറയ്ക്കട്ടെ. നമ്മുടെ തലമുറകളുടെ മേൽ അത് ഇറങ്ങി വരട്ടെ. ഒരുമിച്ച് അങ്ങനെ എല്ലാവരും കൊതിയോട്, ഹല്ലേലൂയ, എല്ലാവരും ആഗ്രഹത്തോടെ കർത്താവിനോട് പറഞ്ഞാട്ടെ ഈ വചനത്തെ. കർത്താവ് ഈ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചാട്ടെ, ഏറ്റവും മനോഹരമായതും ശക്തമേറിയതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്തത്വമാണ് നാം വായിച്ചു കേട്ടത്. സ്വർഗസ്ഥലങ്ങളിലെ അല്ലെങ്കിൽ സ്വർഗത്തിൽ എന്തൊക്കെയുണ്ടോ, സ്വർഗത്തിന്റെ നീളം എത്ര, വീതി എത്ര, അതിന്റെ ആഴം എത്ര. വചനം പറയുന്നു സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ മേഖലകളിലെ ഹല്ലേലൂയ സകല നന്മകളാലും പിതാവാം ദൈവം ക്രിസ്തുയേശുവിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ആമേൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നാം അടുത്ത് ധ്യാനിക്കാനായിട്ട് ആരംഭിക്കുന്നത്, നമുക്കറിയാം ഇതൊരു വാക്തത്വമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വാക്തത്വം ആർക്കുള്ളതാണ്? സ്തോത്രം. നമുക്കെല്ലാം അറിയാം, നമുക്ക് ഒത്തിരി വാക്തത്വങ്ങൾ നമ്മൾ കേട്ടതാണ്. നമ്മൾ ഒത്തിരി വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഒന്നുമല്ലെങ്കിൽ നമ്മൾ ഉപവാസത്തിലൂടെ ആ വാക്തത്വ നിവർത്തീകരണത്തിന് വേണ്ടി നമ്മൾ കൊതിയോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരങ്ങൾ ഉയർത്താമോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ഇന്ന് പകൽക്കാലം ധ്യാനിക്കാൻ പോകുന്നത് ഈ വാക്തത്വങ്ങൾ ആർക്കാണ് തുറക്കപ്പെടുന്നത്? ഈ വാക്തത്വങ്ങൾ ആരുടെ അകത്താണ് ഇറങ്ങി വന്ന് വസിക്കുന്നത്? അല്ലെങ്കിൽ ഈ വാക്തത്വങ്ങൾ ആരിലാണ് ജീവിക്കുന്നത്? ഹല്ലേലൂയ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അല്പമായി ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ശുശ്രൂഷ അവസാനിപ്പിക്കും. ഒരു വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 39-ാമത്തെ വാക്യം. 39-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഒന്നുകൂടി ശ്രദ്ധിച്ചാട്ട് ഞാൻ ഒരിക്കൽ കൂടി വാക്യം വായിക്കാം. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നമേ ഞാൻ ആദ്യമേ ഒരു കാര്യം ദൈവസഭയോട് പറയട്ടെ. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് അത് മക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം, നമ്മുടെ തീരുമാനപ്രകാരം ഒരിക്കലും പിതാവാം ദൈവം വാഗ്ദത്തം നമ്മുടെ മേൽ തുറക്കാറില്ല. വാഗ്ദത്തം എന്ന് പറയുന്നത് അത് മക്കൾക്കുള്ളതാണ്. ഹല്ലേലൂയ. ഇനി ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നമ്മൾ ധ്യാനിക്കേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ ഈ വാഗ്ദത്തം എന്നിൽ നിറവേറുമോ, എന്നിൽ തുറക്കപ്പെടുമോ, ഈ വാഗ്ദത്തം എന്നിൽ ജീവിക്കുമോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ഇവിടെ മക്കൾക്കെന്ന് പറഞ്ഞിരിക്കുകയാണ്. വാഗ്ദത്തം നിങ്ങൾക്കും മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണ് എന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുകയാണ്. സ്തോത്രം. ഇനി ഞാൻ അല്പസമയം ആരാണ് മക്കൾ എന്ന് പറയാൻ പോവുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിരിക്കുന്ന മക്കൾ ആരാണെന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. ഒരു വാക്ക് നിങ്ങൾ എടുക്കേണ്ട, ഞാൻ പറയാം. റോമർക്കെതിരെ ലേഖനം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കും:
വിളിക്കുകയാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബ പിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചതെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മക്കൾ എന്ന് പറയുമ്പോൾ നാളെ കുറിച്ച് വിചാരപ്പെടാത്ത, പലതിനെ കുറിച്ച് ചിന്താകുലമില്ലാത്ത, ഹല്ലേലൂയ, ആ ഒരു നേച്ചറിലേക്ക്, ആ ഒരു സ്വഭാവത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരെയാണ് വിശുദ്ധ തിരുവെഴുത്ത് മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കണമേ. നാളെ കുറിച്ച് ഭാരപ്പെടാൻ കഴിയാത്ത, പലതിനെ കുറിച്ച് ചിന്താകുലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിനെയാണ് നമ്മൾ ആ വിശുദ്ധ തിരുവെഴുത്ത് മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ വചനം പറയുകയാണ്, ഇങ്ങനെയുള്ളവരാണ് മക്കളെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ വാക്തത്വം തുറക്കപ്പെടുന്നത്, വാക്തത്വം ഇറങ്ങി വസിക്കുന്നത്, വാക്തത്വം ജീവിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ മേലാണ്. നമ്മൾ മുന്നോട്ട് വചനം ധ്യാനിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാമോ? സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇനി നിങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഒരു വചനം നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരു വചനം പറഞ്ഞ് നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ഇതിനകത്തുള്ള ഒത്തിരി വ്യക്തികൾ ബുദ്ധി കൊണ്ട് ഈ വചനം കേൾക്കുന്നവരുണ്ട്. സ്തോത്രം. ബുദ്ധി കൊണ്ട് ഈ വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവിൽ ഈ വചനത്തെ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ അറിവിൽ, സ്തോത്രം, നമ്മുടെ വികാരങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ നമ്മൾ ഈ വചനം സ്വീകരിച്ചാൽ ഈ വചനം കൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഒരു പ്രയോജനവുമില്ല. സ്തോത്രം. നമുക്ക് വചനം വെറും അറിവായി മാറ്റപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ ഇവിടെ വന്ന വചനം, നമ്മുടെ ബുദ്ധിയിൽ വന്ന വചനം, നമ്മുടെ ബുദ്ധിയെ വിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ആ വചനം എനിക്കും നിങ്ങൾക്കും വെളിപാടായി എന്ന് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവന്റെ ഭാഗമായി എന്ന് പറയുന്നത്. സ്തോത്രം. ജീവന്റെ ഒരു വചനം എൻ്റെ അകത്തും നിങ്ങളുടെ അകത്തും ജീവന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ വചനം കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ എന്ന നേച്ചറിലേക്ക് ഞാനും നിങ്ങളും വന്ന് എത്തിക്കഴിഞ്ഞു എന്നതാണ് അർത്ഥം. ഹല്ലേലൂയ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ വചനം, വിശുദ്ധ തിരുവെഴുത്തുകൾ എൻ്റെ ബുദ്ധിയിലാണ് വന്ന് വസിക്കുന്നതെങ്കിൽ ഈ വചനം കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല. എനിക്ക് ദൈവത്തിന്റെ വചനം വെറും അറിവായി മാത്രം മാറ്റപ്പെടും. എന്നാൽ എൻ്റെ ബുദ്ധിയിലുള്ള വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് വചനം എനിക്ക് വെളിപാടായി തീരുന്നത്. സ്തോത്രം. വചനം, ഹൃദയത്തിലുള്ള വചനമാണ് എനിക്ക് നിങ്ങൾക്ക് വെളിപാടായി തീരുന്നത്. ഈ വെളിപാടായി തീരുന്ന വചനമാണ്, ആ വചനത്തിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്, എൻ്റെ ജീവന്റെ ഭാഗമായി തീരുന്നത്. സ്തോത്രം. ഇങ്ങനെ ജീവന്റെ ഭാഗമായി തീരുന്നവരെയാണ് വിശുദ്ധ തിരുവെഴുത്ത് മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്ന വാക്തത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ പിതാവാം ദൈവം വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഒത്തിരി വചനങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട്, വചനത്തിന് ഒരു കുറവും കർത്താവ് എനിക്ക് തന്നിട്ടില്ല. കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ബുദ്ധിയിലല്ല വചനം വസിക്കേണ്ടത്. ദൈവത്തിന്റെ വചനം, വിശുദ്ധ തിരുവെഴുത്തുകൾ എനിക്ക് വെറുമൊരു അറിവായി മാത്രമല്ല തീരേണ്ടത്. എൻ്റെ ബുദ്ധിയിലുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, ആ വചനത്തിൽ ജീവിക്കുവാൻ, ആ വചനം എൻ്റെ ജീവന്റെ ഭാഗമാക്കി തീർക്കണമേ എന്ന് ഒരു പ്രാർത്ഥന, ഒരു കൊതി, ഒരു ആഗ്രഹം ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന സകലരുടെ മേൽ വെളിപ്പെടുവാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയുകയാണ്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള
വന്നെങ്കിൽ മാത്രമേ, ദൈവത്തിന്റെ വചനം നമുക്ക് വെളിപാടായെങ്കിൽ മാത്രമേ നമ്മിൽ ആ വചനം ജീവിക്കത്തുള്ളൂ, നമ്മിൽ ആ വചനം ജീവനായി തീരത്തുള്ളൂ, നമുക്കതിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഈ വെളിപാടിലേക്ക് വന്നവരെയാണ് മക്കൾ എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ മക്കൾക്കാണ് നമ്മൾ എഫെസ്യർ ലേഖനത്തിൽ വായിച്ച ഏറ്റവും പ്രധാനവും മഹത്വമേറിയ ശക്തമേറിയ വാക്തത്വം എന്ന് പറയുന്നത്. എന്താ വാക്തത്വം? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും പിതാവാം ദൈവം ക്രിസ്തുവേശുവിൽ എന്നെയും നിന്നെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്തത്വം ഇന്ന് പകൽക്കാലം ചുമക്കാമോ? ദൈവസഭ ഒരുമിച്ച് ഈ വാക്തത്വത്തെ ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. ഈ വാക്തത്വം തുറക്കപ്പെടണം നമ്മിൽ. ഇന്ന് പകൽക്കാലം ഈ വാക്തത്വം നമ്മൾ ജീവിക്കണം. ഇത്രയും നാളും നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്ത വാക്തത്വങ്ങൾ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ തുടങ്ങണം. ഹല്ലേലൂയ. നമ്മൾ കാത്തിരിക്കുകയാണ്. വാക്തത്വത്തിന് കുറവില്ല. ഒത്തിരി പ്രവാചകന്മാർ നമ്മോട് പ്രവചിച്ചിട്ടുണ്ട്, ഒത്തിരി ദൂത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് തന്നെ ഡയറക്റ്റായി നമ്മോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ശോധന ചെയ്ത് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കി, അതെല്ലാം അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ വെളിപ്പെട്ടുപോ പ്രാപിക്കാൻ പറ്റിയോ? നമ്മൾ അതിൽ ജീവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, അങ്ങനെ പ്രാപിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, എനിക്ക് ദൈവത്തിന്റെ വചനം വെറും അറിവാണ്, എൻ്റെ ഹൃദയത്തിൽ അത് ജീവനായിട്ടില്ല. ഇന്ന് പകൽക്കാലം ആ ജീവന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളെ 3 മണ്ഡലങ്ങളെ കുറിച്ച് പറയുകയാണ്. 3 മണ്ഡലങ്ങൾ. ഒന്നാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് ഭൗതിക മണ്ഡലമാണ്. സ്തോത്രം. ഭൗതിക മണ്ഡലം. ഈ ഭൗതിക മണ്ഡലത്തിൽ ഒത്തിരി ആൾക്കാർ വസിക്കുകയാണ്, ഒത്തിരി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ രണ്ടാമത്തെ മേഖലയിലേക്ക് ഒന്ന് പ്രവേശിക്കാം. സ്തോത്രം. ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഭൗതിക മണ്ഡലമാണ്. ഈ ഭൗതിക മണ്ഡലത്തിൽ എത്തി നിൽക്കുന്ന വിശ്വാസികളുണ്ട്, ദൈവ മക്കളുണ്ട്, ഒത്തിരി പേരുണ്ട്. ഞാൻ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഈ ഭൗതിക മണ്ഡലത്തിൽ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള മേഖലകളിൽ കയറാൻ കഴിയാതെ ഭൗതിക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒത്തിരി പേർ സഭയ്ക്കകത്തുമുണ്ട്, സഭയ്ക്ക് പുറത്തുമുണ്ട്. സ്തോത്രം. ഈ ഭൗതിക മണ്ഡലത്തിൽ വസിക്കുന്ന വ്യക്തികളുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അവരുടെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും: പിതാവേ, ഹല്ലേലൂയ, എനിക്ക് തരണമേ, എനിക്കത് വേണം, എനിക്കത് പ്രാപിക്കണം, എനിക്കതില്ല, എനിക്ക് ഇതില്ല, എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. ഈ വ്യക്തികൾക്ക് അന്യഭാഷ ഉണ്ടായിരിക്കത്തില്ല, ഈ വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കത്തില്ല. ഈ വ്യക്തികളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുക, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥനയിൽ യാചിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ഹല്ലേലൂയ ഭൗമ മണ്ഡലത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒത്തിരി പാരമ്പര്യ സഭകൾ നിങ്ങൾ എടുത്തു നോക്കിയേ, അവർക്കൊന്നും പരിശുദ്ധാത്മാവില്ല, അവർക്കൊന്നും അന്യഭാഷയില്ല. അവരൊക്കെ ഹല്ലേലൂയ ഈ ഭൗമ മണ്ഡലത്തിൽ ജീവിക്കുന്നവരായതുകൊണ്ട് സ്തോത്രം, അവരുടെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ ആയിരിക്കും. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇനി അതിന്റെ മുകളിൽ രണ്ടാമത്തൊരു മണ്ഡലമുണ്ട്. സ്തോത്രം. അതിന്റെ മുകളിൽ രണ്ടാമത്തൊരു മേഖലയുണ്ട്. ആ മേഖല എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും അമേൻ സ്തോത്രം ഫൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത്. ആ മേഖല എന്ന് പറയുന്നത് സ്തോത്രം, അത് ആകാശ മണ്ഡലങ്ങളാണ്. ഈ ആകാശങ്ങളെ തിരുവെഴുത്ത് സ്വർഗമെന്നും വിളിക്കുന്നുണ്ട്. സ്തോത്രം. എന്നാലും ഏറ്റവും അധികം വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുന്നു, അത് ആകാശ മണ്ഡലം എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ആകാശ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരുടെ ചില പ്രത്യേകതകൾ കൂടി ഞാൻ നിങ്ങളെ
നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഈ ആകാശ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് ഹല്ലേലൂയ നമുക്ക് പ്രവേശിക്കപ്പെടണമെങ്കിൽ, മറ്റൊരു നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആകാശ മണ്ഡലത്തിലേക്ക് നമുക്ക് പ്രവേശിക്കപ്പെടണമെങ്കിൽ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പരിശുദ്ധാത്മാവ് നമുക്കുണ്ടായിരിക്കണം, രണ്ട് അന്യഭാഷ നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. കാരണം അന്യഭാഷ ഇല്ലാത്ത ഒരു മനുഷ്യന് ഈ ആകാശ മണ്ഡലങ്ങളിൽ യുദ്ധം ചെയ്യാനോ ചെന്ന് ചേരാനോ കഴിയത്തില്ല. കാരണം ഈ ആകാശ മണ്ഡലം എന്ന് പറയുന്നത് അത് ലൂസിഫറെയും അവന്റെ സൈന്യത്തെയും ദൈവം പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഈ ആകാശ മണ്ഡലം എന്ന് പറയുന്നത്. സ്തോത്രം. ഇവിടെയാണ് ദൈവ മക്കൾക്ക് ഫൈറ്റിംഗ് ഉള്ളത്, ഇവിടെയാണ് യുദ്ധം ചെയ്യേണ്ടത്, ഇവിടെയാണ് എനിക്ക് നിങ്ങൾക്കും യുദ്ധമുള്ളത്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ഒത്തിരി സമയം ഹല്ലേലൂയ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു നിങ്ങൾ. സ്തോത്രം. അന്യഭാഷകളിൽ ഞാൻ അറിയുന്ന ഒത്തിരി ദിവസങ്ങൾ ഈ ശുശ്രൂഷ പിന്നിട്ടിട്ടുണ്ട്. സ്തോത്രം. രാവിലെയും പകലും രാത്രിയുമായി ഒത്തിരി ദിവസങ്ങൾ നിങ്ങൾ ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിനകത്ത് അന്യഭാഷ പ്രാർത്ഥനയുണ്ട്, വർഷിപ്പുണ്ട്, വചനമുണ്ട്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. എനിക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട, ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒത്തിരി സമയം അന്യഭാഷകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കൂടി വന്ന് ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയിൽ പറയാറുണ്ട്, നിങ്ങൾ ഒരു ദിവസം 3 മണിക്കൂറെങ്കിലും നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവസഭയോട് പറയാറുണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്തിനാ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? പിതാവാം ദൈവം എനിക്ക് അന്യഭാഷ തന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അന്യഭാഷ അടയാളത്തോടു കൂടെ ദൈവം എന്നെയും നിന്നെയും നിർത്തിയിരിക്കുകയാണ്. എന്തിനാ നമുക്ക് അന്യഭാഷയുള്ളത്? ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം. ആകാശ മണ്ഡലങ്ങളിൽ കാണപ്പെടുന്ന ദുരാത്മസേനയോട് എനിക്കും നിങ്ങൾക്കും ഒരു യുദ്ധമുണ്ട്, ഒരു ഫൈറ്റിംഗ് ഉണ്ട്. ഇതിനെ ഫൈറ്റ് ചെയ്ത് ജയിക്കുവാനാണ് പിതാവാം ദൈവം എനിക്കും നിങ്ങൾക്കും അന്യഭാഷ തന്നിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അന്യഭാഷ എന്തിനാ തന്നിരിക്കുന്നത്? നമുക്കൊരു യുദ്ധം ചെയ്യുവാനുള്ളത് കൊണ്ടാണ്. നമുക്കൊരു യുദ്ധമുള്ളത് കൊണ്ടാണ്. ഈ രണ്ടാമത്തെ മണ്ഡലമായ ഹല്ലേലൂയ ആത്മമണ്ഡലം, അതായത് ആകാശ മണ്ഡലങ്ങളിലേക്ക് നമ്മൾ കയറി നിന്ന് നമുക്കൊരു ഫൈറ്റിംഗ് ഉണ്ട്. നമ്മൾ ലൂസിഫറിനോടും അല്ലെങ്കിൽ ഇരുട്ടിന്റെ അധികാരങ്ങളോടും നമ്മൾ യുദ്ധം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ സഭയെ ഒന്ന് നോക്കിയാട്ടെ. ചില ആൾക്കാർ ഒന്നാമത്തെ മണ്ഡലമായ ഭൗമമണ്ഡലം വിട്ട് രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ഈ രണ്ടാമത്തെ മണ്ഡലത്തിൽ മാത്രം അവർ നിൽക്കും. അവർ അടുത്തൊരു മണ്ഡലത്തിലേക്ക് അവർ പ്രവേശിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ അടുത്തൊരു നിലവാരത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യുന്നു? എപ്പോഴും പിശാചിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കും. ഈ ആത്മാവിൽ പോരാട്ടം നടത്തുന്നവർ ശ്രദ്ധിച്ചു കേൾക്കണമേ, നിങ്ങൾ ഒന്നാമത്തെ മണ്ഡലത്തിലല്ല, നിങ്ങൾ രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ആകാശ മണ്ഡലത്തിലേക്കാണ്. പിതാവാം ദൈവത്തിന് അറിയാം, അവിടെ വെച്ച് സഭ യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സഭയ്ക്കൊരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടം എന്ന് പറയുന്നത് വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ, കർത്തൃത്വങ്ങൾ എന്നൊക്കെ പറയുന്ന ദുരാത്മാക്കളുടെ കൂട്ടത്തോടാണെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു. ഇതിനോട് നമ്മൾ പോരാടി ജയിക്കേണ്ട ആവശ്യമുണ്ട്. സ്തോത്രം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് പിതാവാം ദൈവം അന്യഭാഷ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയാം. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്, ഒരിക്കൽ ദൈവത്തിന്റെ പുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, കൂടെ സാത്താനും ചെന്നു. ഈ വചനം അറിയാവുന്നവർ കരങ്ങൾ ഉയർത്താമോ? ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പുത്രന്മാർ നിൽപ്പാൻ ചെന്നു, അവരോട് കൂടെ സാത്താനും ചെന്നു എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറയുകയാണ്. സ്തോത്രം. നമ്മൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. സാത്താൻ ചെന്ന് നിന്ന സ്ഥലം എന്ന് പറയുന്നത് സ്വർഗസ്ഥലങ്ങളല്ല. സാത്താൻ ചെന്ന് നിന്ന സ്ഥലം ഈ ആകാശ മണ്ഡലമാണ്, ഈ രണ്ടാമത്തെ മണ്ഡലമാണ്. ഹല്ലേലൂയ. ഇവിടെ നിന്നിട്ടാണ്
പിതാവാം ദൈവത്തോട് ഇയ്യോബിനെ ഒന്ന് തൊടുവാൻ അധികാരം തരണമേ എന്ന് ദൈവത്തോട് ചോദിച്ചത്. സ്തോത്രം. അത് ആകാശമണ്ഡലമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആകാശമണ്ഡലത്തിലേക്കാണ് എനിക്കും നിങ്ങൾക്കൊരു ഫൈറ്റിംഗ് ഉള്ളത്, ഒരു യുദ്ധമുള്ളത്. നമ്മൾ ഒത്തിരി സമയം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒത്തിരി സമയം അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഒരു ആത്മമണ്ഡലം തുറക്കപ്പെട്ടു, നമ്മുടെ ഹൃദയം തുറക്കപ്പെട്ടു, നമ്മുടെ മേലൊരു സാന്നിധ്യം ഇറങ്ങി വരികയാണ്, നമ്മുടെ മേലൊരു ദൈവമഹത്വം ഇറങ്ങി വരികയാണ്. അതിൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ നമ്മുടെ പ്രാർത്ഥന, നമ്മൾ ചെയ്യുന്ന യുദ്ധം ഈ ആകാശ മണ്ഡലങ്ങൾ ഭേദിക്കപ്പെട്ടു എന്നാണ്. ലൂസിഫറേയും അവൻ്റെ സൈന്യത്തിൻ്റെയും തന്ത്രങ്ങൾ നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ, മണിക്കൂറുകൾ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതിനെയൊക്കെ പൊളിച്ച് ഹല്ലേലൂയ ദൈവമഹത്വത്തിനായി നമ്മുടെ ശുശ്രൂഷകൾ മാറുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ ഒത്തിരി സമയം ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മഭാഷകളിൽ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട്, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ അധികം പ്രാപിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ അധികം തുടരുന്നത് കൊണ്ട് ഞാൻ പിതാവാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്, പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. അടുത്ത ഒരു മേഖല എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ഹല്ലേലൂയ. എൻ്റെ അനുഭവം വെച്ച്, എൻ്റെ അറിവ് വെച്ച്, ഹല്ലേലൂയ, ഇന്നത്തെ എല്ലാവരുമല്ല, ഭൂരിഭാഗം സഭയ്ക്കും ഭൂരിഭാഗം ദൈവമക്കൾക്കും വസിക്കുവാൻ കഴിയാതെ പോകുന്ന ഒരു മേഖലയാണ് മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത്. ആ മേഖലയാണ് സ്വർഗസ്ഥലം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഫൈറ്റ് ചെയ്യാൻ അറിയാം, നമുക്ക് യുദ്ധം ചെയ്യാൻ അറിയാം. ഒരു പക്ഷേ പിതാവാം ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയത് കൊണ്ട് നമ്മൾ യുദ്ധം ചെയ്ത് ജയിച്ച് ഒരു പക്ഷേ ആ സ്വർഗസ്ഥലങ്ങളിലേക്ക്, ദൈവം വസിക്കുന്ന സ്വർഗസ്ഥലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുമെങ്കിലും നമുക്കവിടെ തുടരാൻ പറ്റുന്നില്ല, നമുക്കവിടെ വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യൻ, നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ആദ്യമേ പറഞ്ഞു, മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത, പലതിനെ ചൊല്ലി വിചാരപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കപ്പെടുന്ന ഒരനുഭവത്തെയാണ് ഹല്ലേലൂയ പിതാവാം ദൈവം നോക്കിയിട്ട് മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി? നിങ്ങൾ മക്കൾ എന്ന് പറയുന്നതിനെ നിങ്ങൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്. ആ ബോധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ട്. ഹല്ലേലൂയ. ആ പിതാവാം ദൈവത്തെയാണ് ഞാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമുക്ക് നമ്മുടെ അധരം തുറന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിൽ നിന്ന് ജീവന്റെ ഭാഗമായി ആ സ്വർഗത്തിൽ വസിക്കുന്ന പിതാവാം ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഇതിനകത്തുള്ള എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നമുക്ക് അതരം തുറന്ന് വിളിക്കാം. കാരണം വചനം പറഞ്ഞിരിക്കുകയാണ്, നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഹല്ലേലൂയ. വചനം നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല ചോദിക്കുന്നത്. സ്തോത്രം. സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവാണ്, സകലത്തിന്റെ ഉടമസ്ഥനാണ്. ആ പിതാവാം ദൈവത്തെ എനിക്ക് ജീവന്റെ ഭാഗമായി നിന്നുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ വിളിക്കുന്നവരാണ് മക്കളെന്ന് വിശുദ്ധ തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിളിക്കാൻ കഴിയണമെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് നാളെക്കുറിച്ചുള്ള ചിന്തയില്ല, പലതിനെ ചൊല്ലിയുള്ള വിചാരമില്ല. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഞാൻ ചോദിക്കും മുമ്പേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു പിതാവ്. അതാണ് നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ, ഈ ഒരു നേച്ചർ, അതിൽ നമ്മിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. സ്തോത്രം. ഈ അവസ്ഥയിലേക്ക് നമ്മൾ മാറിയോ എന്നാ ഞാൻ ചോദിച്ചത്. ഈ അനുഭവത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടോ എന്നാ ചോദിച്ചത്. സ്തോത്രം. അതോ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗമമണ്ഡലത്തിൽ ഒരു പക്ഷേ ജാതികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ ഇപ്പോൾ
എപ്പോഴും തരണമേ കർത്താവ്, എനിക്കതില്ല, എനിക്കിതില്ല, ഇങ്ങനൊന്നും എനിക്ക് ലഭ്യമായിട്ടില്ല. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അങ്ങനെയല്ല. പിതാവാം ദൈവം ആഗ്രഹിക്കുന്നത് ജീവന്റെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്ക് ആ പിതാവിനെ അബ്ബ, പിതാവേ എന്ന് വിളിക്കാതെ എനിക്കൊരു കാര്യത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ എന്ന അവസ്ഥയിൽ നമ്മൾ എത്തിയോ? ഇതാ നമ്മുടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മൾ ഉപവസിക്കുന്നവരാണ്, നമ്മൾ എന്തിനോ കർത്താവിൻ്റെ വേലയ്ക്ക് ചെയ്യണം, എന്തിനും ഏതിനും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ആ പിതാവാം ദൈവത്തെ നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. നമുക്കാണ് അധികാരമുള്ളത്, സ്വാതന്ത്ര്യമുള്ളത് ആ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ. പക്ഷെ നമ്മുടെ അകത്ത് ഈ നേച്ചർ രൂപപ്പെട്ടു വരുന്നുണ്ടോ? ഇതാ ഏറ്റവും പ്രധാനം. ഞാൻ ഒരു കാര്യം കൂടി വ്യക്തമായി പറയാം. ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ അന്ത്യകാലഘട്ടത്തിൽ വലിയൊരു ഉണർവ് കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. ആ ഉണർവിൻ്റെ അകത്ത് എനിക്ക് നിങ്ങൾക്കും കയറി നിൽക്കണമെങ്കിൽ, ആ ഉണർവിനകത്ത് ഞാനും നിങ്ങളും ഉണ്ടാകണമെങ്കിൽ, സ്തോത്രം, ഈ വെളിപാട് അബ്ബാ പിതാവേ, എൻ്റെ ജീവന്റെ ഭാഗമായി എനിക്ക് സ്വർഗത്തിൽ വസിക്കുന്ന പിതാവ് അപ്പനായി തീരണം, പിതാവായി തീരണം. ഹല്ലേലൂയ, സ്തോത്രം. അവർക്കാണ് വാഗ്ദത്തങ്ങൾ തുറക്കപ്പെടുന്നത്. അവരുടെ മേലാണ് ഈ വാഗ്ദത്തങ്ങൾ വന്ന് വസിക്കുന്നത്. അവരുടെ മേലാണ് ഈ വാഗ്ദത്തങ്ങൾ വന്ന് നിറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. എന്നാൽ ഈ വചനം ഇന്ന് നിങ്ങൾ കേട്ടത് കൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗമമണ്ഡലത്തിലല്ല, ആകാശമണ്ഡലത്തിലല്ല. ആകാശമണ്ഡലങ്ങളെയും ഭേദിച്ച് മൂന്നാമതൊരു മണ്ഡലമുണ്ട്. അത് സ്വർഗസ്ഥലമാണ്. ആ സ്വർഗസ്ഥലത്തിൽ ചെന്ന് ചേരണം നമ്മൾ. ആ സ്വർഗസ്ഥലത്തിൽ നമ്മൾ വസിക്കാൻ തുടങ്ങണം. ആ സ്വർഗസ്ഥലത്തിലെ അനുഭവങ്ങൾ അനുഭവിക്കാൻ തുടങ്ങണം. ഇതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട് ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യണം. ഇങ്ങനെ ഒരു ആത്മമണ്ഡലം എൻ്റെ തലമേൽ തുറക്കട്ടെ, എൻ്റെ കുടുംബത്തിനകത്ത് തുറക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മക്കളുടെ മേൽ അത് വന്ന് വീഴട്ടെ. ഞാൻ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, പാപം നിറഞ്ഞ ഭൂമിയിലാണ് ജീവിക്കുന്നത്. ഇന്ന് ഞാൻ ജഡശരീരത്തിലാണ് വസിക്കുന്നത്. പക്ഷെ ഞാൻ ജഡശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും എൻ്റെ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹല്ലേലൂയ ഭൗമമണ്ഡലത്തിലല്ല, ആകാശമണ്ഡലത്തിലല്ല, സ്വർഗസ്ഥലങ്ങളിലാണ്. സ്വർഗസ്ഥലങ്ങളിൽ ഞാൻ ബന്ധപ്പെടുകയാണ്. ഞാൻ ആരാധിക്കുമ്പോൾ സ്വർഗസ്ഥലങ്ങളിലെ ആരാധനയാണ് എൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെടുന്നത്. എൻ്റെ സഭയ്ക്കകത്ത് ശുശ്രൂഷിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ ജഡത്തിൻ്റെ ശുശ്രൂഷയല്ല വെളിപ്പെടുന്നത്, മറിച്ച് എൻ്റെ ആത്മാവ് എപ്പോഴും സ്വർഗവുമായി കണക്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് സ്വർഗസ്ഥലങ്ങളിലെ ആരാധന എൻ്റെ സഭയ്ക്കകത്ത് ഇറങ്ങി വരികയാണ്. എൻ്റെ ശരീരം അനുഭവിക്കുന്നത് ഭൗമമണ്ഡലത്തിലെ ശുശ്രൂഷയല്ല. ഞാൻ ആരാധിക്കുകയും ഉപവസിക്കുകയും വർഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നത് സ്വർഗസ്ഥലങ്ങളിൽ നടക്കുന്ന ഏത് ശുശ്രൂഷയാണോ അതേ ശുശ്രൂഷ എന്നിൽ വെളിപ്പെടുകയാണ്. അത് എന്നിലൂടെ എൻ്റെ സഭയ്ക്കകത്തും എൻ്റെ ദേശത്തിലും അത് ഒഴുകാൻ തുടങ്ങുകയാണ്. സ്തോത്രം. അങ്ങനെ ഒരു ശുശ്രൂഷ നമ്മൾ വെളിപ്പെടട്ടെ. അതിനുവേണ്ടി ദൈവസഭയൊന്ന് കൊതിക്കാമോ? മറ്റൊന്നും ആഗ്രഹമില്ലപ്പ, മറ്റൊന്നും കൊതിക്കുന്നില്ലപ്പ. യേശുവിൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. കർത്താവേ, അവിടുത്തെ രാജ്യം ഇവിടെ വരണം. ഹല്ലേലൂയ. അങ്ങയുടെ രാജ്യം ഇവിടെ വരണം. നമ്മളാണ് ആ രാജ്യത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തേണ്ടത്. നമ്മളിലൂടെയാണ് രാജ്യത്തിന്റെ സിസ്റ്റം നമ്മുടെ സഭയ്ക്കകത്ത് തുറക്കേണ്ടത്. നമ്മിലൂടെയാണ് ആ രാജ്യത്തിന്റെ മഹത്വം നമ്മുടെ ദേശങ്ങളിൽ വെളിപ്പെടേണ്ടത്. നമ്മുടെ ശുശ്രൂഷയിലൂടെയാണ് ആ രാജ്യത്തിന്റെ അനുഭവങ്ങൾ തുറന്നു വരേണ്ടത്. ഒത്തിരി പേർ അതിനകത്ത് കയറും. ഒത്തിരി പേർ ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് പറഞ്ഞ് ആകർഷിക്കപ്പെടും. ഒത്തിരി പേർ ഇത് പിതാവാം ദൈവമാണ്, ജീവിക്കുന്ന ദൈവമെന്ന് പറഞ്ഞ് ഇതിനകത്ത് പ്രവേശിക്കപ്പെടും. അതിനുവേണ്ടി ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും പിതാവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെയാ സഭയ്ക്കകത്ത് ഉണർവ് വരുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ സഭയ്ക്കകത്ത് ഈ അന്ത്യകാലഘട്ടത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ഉണർവിന് വേണ്ടി കർത്താവ് എന്നെ നിന്നെ പ്രിപ്പയർ ചെയ്യുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനുവേണ്ടി ഒരുക്കുന്ന നാളുകളാണ്.
ഒന്ന് വിശ്വസിച്ച്, ഞാൻ ഈ പറയുന്നതൊക്കെ വാക്തത്വമാണ്. സ്തോത്രം. ഇതിനെ സഭ ഏറ്റെടുക്കണം. നമുക്ക് സമയം ഒത്തിരിയില്ല. ഇതിനെ സഭ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇതിനെ സഭ ബുദ്ധിയിലല്ല സ്വീകരിക്കേണ്ടത്, ഹൃദയത്തിൽ സ്വീകരിക്കണം. ഇന്ന് പകൽ ഈ വചനങ്ങളും വാക്തത്വങ്ങളും നിങ്ങളുടെ ജീവന്റെ ഭാഗമായി മാറട്ടെ. നിങ്ങൾ ഇതിൽ നടക്കാൻ പോകുകയാണ്, നിങ്ങൾ ഇതിൽ ജീവിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഹല്ലേലൂയ നിങ്ങളുടെ ആതുരം തുറന്ന് സംസാരിക്കുന്നത് ഈ വെളിപാടിലാണ്. അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ വാക്കിന് മൂർച്ചയുണ്ടാകും. നിങ്ങളുടെ വാക്കിലൂടെ അധികാരം പുറപ്പെടും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ എവിടെയാ നിൽക്കുന്നേ? നിങ്ങൾ ആ സ്തോത്രം ഭൗമമണ്ഡലത്തിലല്ല നിൽക്കുന്നേ, ആകാശ മണ്ഡലത്തിലല്ല നിൽക്കുന്നേ. നിങ്ങൾ ഈ രണ്ട് മണ്ഡലങ്ങളെ ഭേദിച്ച് സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങൾ എത്തി. നിങ്ങൾ അവിടെ ഉള്ള അനുഭവങ്ങളെ പ്രാപിച്ച് നിങ്ങൾ ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതിന് നിങ്ങൾ ഇത്രയും ചെയ്യുക. നിങ്ങൾ അന്യഭാഷയ്ക്ക് വേണ്ടി കൊതിക്കുക, അന്യഭാഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഒത്തിരി മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. ഹല്ലേലൂയ. സമയം വേർതിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുക. ദൈവവുമായി സമയം ചിലവാക്കുക. ദൈവവുമായി ബന്ധത്തിലേക്ക് വരിക. ഹല്ലേലൂയ. സകലതും വിട്ട്, ശിഷ്യന്മാർ പറഞ്ഞതുപോലെ സകലതും വിട്ട് ഞാൻ നിന്നെ അനുഗമിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ പറയണമപ്പാ, എൻ്റെ സമയത്ത് ഞാൻ വേർതിരിച്ച് ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ദൈവശബ്ദം കേൾക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവേ ഞാൻ ഒരുക്കമാണ് എന്നൊരു തീരുമാനം ഈ വാക്തത്വ വചനത്തിനകത്തു നിന്ന് നിങ്ങൾക്ക് എടുക്കാമോ? നിങ്ങളൊരു അത്ഭുതമായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളിനി മൂന്നാമത്തെ മണ്ഡലമായ സ്വർഗസ്ഥലങ്ങൾ, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് അല്പം പറഞ്ഞ് നമ്മൾ അല്പസമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുകയാണ്. ഒരു വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 18 വാക്യം. 1 കൊരിന്ത്യർ 14 അധ്യായം അതിൻ്റെ 18 വാക്യം. വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുകൂടി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണമേ. നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള വചനമാണ്. സ്തോത്ര. അപ്പോസ്തലൻ വ്യക്തമായി പറയുകയാണ്, നിങ്ങളെല്ലാവരെക്കാളും ഞാൻ അധികം എന്ത് ചെയ്യുന്നു? അന്യഭാഷകളിൽ സംസാരിക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അപ്പോസ്തലൻ ഒത്തിരി സമയം, ആ മനുഷ്യൻ ഒത്തിരി സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ആമേൻ. വിശ്വസിക്കാമോ? ഒത്തിരി സമയം അന്യഭാഷകളിൽ ആത്മമണ്ഡലത്തോട് പോരാടുന്ന മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. അന്യഭാഷകളിൽ ഒരു മനുഷ്യൻ സംസാരിച്ചു തുടങ്ങിയാൽ, പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ നിലവാരം മാറുന്നത് അനുഭവിച്ചിട്ടുള്ളവരാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഈ മനുഷ്യൻ മണിക്കൂറുകൾ എത്രയെന്ന് എനിക്കറിയത്തില്ല, ആ മനുഷ്യന് മാത്രമേ അറിയത്തില്ല. എൻ്റെ അറിവനുസരിച്ച് അതെത്ര സമയമെന്ന് ആ മനുഷ്യനും അറിയത്തില്ല. കാരണം ആ മനുഷ്യൻ എപ്പോഴും ആത്മാവിലാണ്. ആ മനുഷ്യൻ എപ്പോഴും സ്വർഗവുമായി കണക്റ്റഡ് ആണ്, സ്വർഗസ്ഥലങ്ങളിലെ അനുഭവവുമായി കണക്റ്റഡ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ മുഴുവൻ സമയവും ആ മനുഷ്യൻ സ്വർഗസ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, നിങ്ങൾ എല്ലാവരെക്കാളും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ മനുഷ്യൻ എന്തുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ മനുഷ്യന് ലഭ്യമായ ഒരു അനുഭവമുണ്ട്. ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12 അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. 2 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 2 മുതലുള്ള വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടു കൂടെയോ എന്ന്
ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. എന്നിട്ട് പറയുകയാണ്, മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. സ്തോത്രം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. ഒരു ദിവസം ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വചനം പറയുന്ന അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യൻ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുക. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം ഈ മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി. എവിടേക്കാ കൊണ്ടുപോയത്? ആകാശമണ്ഡലങ്ങളിലേക്കാണ്? അല്ല, സ്വർഗസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. സ്വർഗസ്ഥലങ്ങളിലേക്ക് ചെന്ന് ഹല്ലേലൂയ, ഈ മനുഷ്യൻ സ്വന്തം കണ്ണുകൊണ്ട് അവിടുത്തെ കാഴ്ചകൾ കാണുകയാണ്, അവിടുത്തെ മഹത്വത്തെ കാണുകയാണ്, അവിടുത്തെ തേജസ്സിനെ കാണുകയാണ്. എന്നിട്ട് പറയുകയാണ്, മനുഷ്യന് ഉച്ചരിച്ചു കൂടാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകൾ അദ്ദേഹത്തിന്റെ അവയവമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കേട്ടു എന്ന് വിശുദ്ധ തിരുവെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. പഴയ ഉടമ്പടിയിൽ ഇങ്ങനെ ഒരു അനുഭവം പ്രവാചകൻ യെശയ്യാവിനുണ്ടായിട്ടുണ്ട്. സ്തോത്രം. ആ മനുഷ്യനെയും ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിലെ ആലയത്തിലേക്ക് കൊണ്ടുപോയി. അതുപോലൊരു ശുശ്രൂഷ തന്നെയാണ് ഈ മനുഷ്യനും ഇവിടെ ലഭ്യമായത്. ആ മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുത്തെ മഹത്വത്തെ കാണിക്കുകയാണ്, തേജസ് കാണിക്കുകയാണ്, സ്വർഗ സ്ഥലങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. മനുഷ്യന് സംസാരിക്കാൻ, ഉച്ചരിക്കാൻ പാടില്ലാത്തതും കേൾക്കാൻ പാടില്ലാത്തതുമായ ഭാഷകളെ ആ മനുഷ്യൻ കേൾക്കുകയാണ്. എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്? സ്തോത്രം. ആ മനുഷ്യന് എത്തി നിൽക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. ആ മനുഷ്യന് യുദ്ധം ചെയ്ത് ജയിച്ച് കയറി പിടിച്ചിരിക്കുന്ന, വസിക്കുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. ആ ആത്മമണ്ഡലം എന്ന് പറയുന്നത് അത് സ്വർഗസ്ഥലങ്ങളാണ്. മൂന്നാം സ്വർഗത്തോളം മനുഷ്യൻ എടുക്കപ്പെട്ടു. ആ സ്വർഗ സ്ഥലങ്ങളിൽ അദ്ദേഹം വസിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിഞ്ഞുവെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം അവിടെ വസിക്കുന്നു എന്നാണ്. അവിടുത്തെ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ അവിടെ വസിക്കുന്നു എന്ന് പറയുന്നത്. ഹാനോക്ക് വസിച്ചതുപോലെ ഹല്ലേലൂയ, ഈ മനുഷ്യനും സ്വർഗ സ്ഥലങ്ങളിൽ വസിക്കുകയാണ്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് എന്താ പറയുന്നത്? ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടക്കുകയാണ്. ദൈവത്തിന്റെ കൂടെ നടന്ന മനുഷ്യനാണ്. ദൈവം അവനെ എടുത്തത് കൊണ്ട് കാണാതെയായി. ഇന്നും ഈ ശരീരവുമായി ദൈവത്തിന്റെ കൂടെ ഹാനോക്ക് ജീവിക്കുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ കാണുകയാണ്, എൻ്റെ ചെവി കേൾക്കുകയാണ്. അത് മനുഷ്യന് പറയാൻ പറ്റാത്തതാണ്, മനുഷ്യന് കേൾക്കാൻ പറ്റാത്തതാണ്. ഞാൻ ശരീരത്തോട് കൂടെയാണോ അവിടെ എത്തിയത്, ശരീരമില്ലാതെയാണോ അവിടെ എത്തിയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അവിടുത്തെ കാഴ്ചകൾ കണ്ടു, അവിടുത്തെ അനുഭവങ്ങൾ ഞാൻ പ്രാപിച്ചു. ഇതെല്ലാമാണ് ആ മനുഷ്യൻ പറയുന്നത്. ഇങ്ങനെ ഒരു ആത്മമണ്ഡലം നീ തുറക്കണം. ഈ കാലഘട്ടത്തിൽ പിതാവാം ദൈവം അന്വേഷിക്കുന്നത് ഇങ്ങനെ ഒരു ആത്മമണ്ഡലത്തിൽ എത്തി നിൽക്കുന്ന ചിലരെ കർത്താവ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില ശുശ്രൂഷകൾക്ക് വേണ്ടി, ചില ഉണർവുകൾക്ക് വേണ്ടി ദേശങ്ങളെ പിടിച്ചെടുക്കുവാൻ, ഹല്ലേലൂയ, സഭകളെ പിടിച്ചെടുക്കുവാൻ, ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഹൃദയത്തോടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക, നിന്നെ തേടി ഒരു ആത്മമണ്ഡലം തുറക്കാൻ പോകുകയാണ്. നിന്നെ തേടി ഒരു അധികാരമുള്ള, ഒരു ശക്തിയുള്ള രാജ്യം നിന്റെ തലയ്ക്കുമില്ല തുറക്കാൻ പോകുകയാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് ചേരാൻ കഴിയുന്ന, കയറി പിടിക്കാൻ കഴിയുന്ന ഒരു ആത്മമണ്ഡലം ഹല്ലേലൂയ നിന്റെ മുകളിൽ തുറന്നു കിടക്കുകയാണ്. ആ ആത്മമണ്ഡലം കൊണ്ട് നീ സഞ്ചരിക്കുന്ന, നീ എവിടെ പോയാലും ഹല്ലേലൂയ ഈ ആത്മമണ്ഡലം നിന്റെ കൂടെ വരുന്നത് കൊണ്ട് ഹല്ലേലൂയ ചില വ്യക്തികൾ നിന്നെ കാണുമ്പോൾ ഭയപ്പെട്ടു പോകാൻ തുടങ്ങുകയാണ്. വിശ്വസിക്കുക സഭയെ, വിശ്വസിക്കുക പ്രിയ സഹോദരങ്ങളെ. ഈ വെളിപാടിൽ നീ നടക്കുമ്പോൾ, ഈ ജീവന്റെ ഭാഗമായി ഈ വചനത്തെ നീ ചുമക്കുമ്പോൾ, നീ എവിടെ പോയാലും ദുരാത്മാക്കൾ നിന്നെ വിട്ടു ഓടും. ഹല്ലേലൂയ. കാരണം അവർ നിന്നെ അല്ല കാണുന്നത്, നിന്റെ മേൽ വെളിപ്പെട്ട് നിൽക്കുന്ന സ്വർഗത്തിന്റെ മഹത്വത്തെ കാണുകയാണ്, സ്വർഗത്തിന്റെ തേജസ്സിനെ കാണുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ആത്മജീവികൾക്ക് മാത്രമേ ആത്മതലങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. ദുരാത്മാവെന്ന് പറയുന്നത്, അശുദ്ധാത്മാവെന്ന് പറയുന്നത് അവൻ ഒരു ആത്മജീവിയാണ്.
ആത്മജീവിക്ക് മാത്രമേ ആത്മമണ്ഡലങ്ങളിലുള്ള അതിനെ സെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ശ്രദ്ധയോടെ കേൾക്ക്. നമ്മുടെ മേൽ ആ സ്വർഗ സ്ഥലങ്ങളിലെ ആത്മമണ്ഡലം ഒന്ന് തുറന്നു കിട്ടാൻ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി ഒത്തിരി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തെ കവർ ചെയ്യുന്ന പൊതിയുന്ന സ്വർഗ സ്ഥലങ്ങളിലെ ആത്മമണ്ഡലം നിന്റെ ശരീരത്തെ പൊതിയട്ടെ. ആ ശരീരത്തിലേക്ക് ഇറങ്ങി വന്ന് പൊതിയുമ്പോൾ ആ ദുരാത്മ മണ്ഡലങ്ങൾ, ആകാശ മണ്ഡലങ്ങൾ, പാർക്കുന്ന ദുരാത്മ മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ വരത്തില്ല. നിനക്ക് കീഴടങ്ങും, നിനക്ക് കീഴടങ്ങും. കാരണം നീ ധരിച്ചിരിക്കുന്നത് സ്വർഗസ്ഥലത്തിലെ മഹത്വമാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ സഭ വിശ്വസിക്കുക, നിനക്കത് സംഭവിക്കാൻ പോകുകയാണ്. നീ അങ്ങനെ ആയിത്തീരാൻ പോകുകയാണ്. നീ വെറും വ്യക്തിയല്ല. നിന്നെ പറയുന്ന പേരാണ്, നീ മകനാണ്, നീ മകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ നാമേൻ പറഞ്ഞ് നിങ്ങളുടെ കരങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ തലമേൽ വെച്ച് അത് ഞാനായി തീരട്ടെ എന്ന് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. ഞാൻ അങ്ങനത്തെ മനുഷ്യനാണ്. എന്നെ പിതാവാം ദൈവം വിളിച്ചത് ഇങ്ങനത്തെ ശുശ്രൂഷ ചെയ്യാനാണ്. രണ്ട് പാട്ടും പാടി ശുശ്രൂഷിച്ചു പോകാനല്ല. ഒരു ഉണർവ് വരാൻ പോകുകയാണ്. അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ വെളിപ്പെട്ടൊരു ശുശ്രൂഷയുണ്ട്. അതിനേക്കാൾ ഉപരി ചെയ്യുവാൻ, ഈ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരി ചെയ്യുവാൻ, ഹല്ലേലൂയ, ഒരു വ്യത്യസ്തമായത് ചെയ്യുവാൻ, ശ്രേഷ്ഠമേറിയത് ചെയ്യുവാൻ പിതാവാം ദൈവം ലോക സ്ഥാപനത്തിന് മുന്നമേ എന്നെ മുൻനിയമിച്ചിരിക്കുന്നു. എന്നെ അതിന് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകുന്നതിന് മുന്നമേ ഈ സ്ഥാനത്തെന്നെ കണ്ടിട്ട എന്നെ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. അതെന്റെ മേൽ ഇറങ്ങി വരട്ടെ കർത്താവേ. ഇപ്പോൾ എന്റെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ അതെന്റെ മേൽ ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്കത് തരാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. ഇനി ഇങ്ങനെ ഈ മൂന്നാമത്തെ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഈ മൂന്നാമത്തെ മണ്ഡലമായ സ്വർഗസ്ഥലങ്ങൾ നമ്മളെ വായിച്ചു കേട്ട എഫെസ്യ ലേഖനത്തിലേക്ക് വരികയാണ്. ആ വചനം ഇങ്ങനെയാ പറയുന്നത്: സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും പിതാവാം ദൈവം ക്രിസ്തുവേശുവിൽ എന്നെ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്വർഗസ്ഥലങ്ങളിലേക്ക് പ്രവേശിക്കപ്പെടുന്നവന് മാത്രമേ വാക്തത്വങ്ങൾ തുറക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. പലർക്കും ഇത് അറിയത്തില്ല. എന്നെ ശ്രദ്ധിച്ചെന്ന് സഭയൊന്ന് കേട്ടാട്ടെ. പലർക്കും ഇത് അറിയത്തില്ല. പലരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള കാരണം എന്താ? ഒരു പക്ഷേ പ്രവാചകൻ വന്ന് അവരോട് പ്രവചിക്കുമായിരിക്കും, ദൂത് പറയുമായിരിക്കും, ഇന്ന വർഷം ഇത്രാം തീയതി ഒത്തിരി വാക്തത്വങ്ങൾ ദൈവം നിനക്ക് തരാൻ പോകുക എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അവരൊക്കെ നിൽക്കുന്ന ഒരു മണ്ഡലമുണ്ട്. ഒരു പക്ഷെ അവർ ഭൗമമണ്ഡലത്തിലായിരിക്കാം, ഒരു പക്ഷെ അവർ ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലത്തിലായിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവരിവിടെ എത്തും. ഈ രണ്ട് മണ്ഡലങ്ങളിലേക്ക് അവരെത്തും, ഒരു സംശയമില്ല. ഹല്ലേലൂയ. പക്ഷെ എത്തുമെങ്കിൽ അവർ ചോദിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ വചനം വായിക്കുന്നുണ്ട്, കൃത്യമായി സഭയിൽ പോകുന്നുണ്ട്, ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുന്നുണ്ട്, കൊടുക്കേണ്ടതിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്തേ ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ പറയുന്ന ഒത്തിരി കാര്യങ്ങൾ എന്തേ നമ്മുടെ ജീവിതത്തിൽ നിറപടിയായി തുറന്നു വരാത്തത്? അത് പൂർത്തീകരണത്തിലേക്ക് വരാത്തതിന്റെ കാരണം എന്താ? സ്തോത്രം. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ അറിവില്ലായ്മയാണ്. സ്തോത്രം. വചനം എഴുതിയിരിക്കുന്നത് മാറത്തില്ല കേട്ടോ. വചനം പറയുന്ന ആകാശം മാറും, ഭൂമി മാറും, ഈ എഴുതപ്പെട്ട വചനത്തിന് ഒരു മാറ്റവുമില്ല. വിശ്വസിക്കുക. അത് നമ്മുടെ അറിവില്ലായ്മ എന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുക. പിശാച് പ്രവർത്തിക്കുന്ന ഒത്തിരി കള്ളങ്ങളിലൂടെയാ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിവില്ല എങ്കിൽ അതിലൂടെ പിശാചിന് നമ്മൾ പ്രവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. തെറ്റായ അറിവ്, തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത് നമ്മുടെ ഹൃദയത്തെ കല്ലാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. ഹൃദയത്തെ കഠിനമാക്കാൻ പറ്റും. സ്തോത്രം. ഇങ്ങനെ കഠിനമാകുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളിലും ഒരു പിന്മാറ്റം, ഒരു അവിശ്വാസം എൻ്റെ മേൽ വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു. പലരും പിന്മാറി പോകുന്നതിന് കാരണം എന്തെന്നറിയാമോ? ഇതൊക്കെയാണ് കാരണം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയെങ്കിൽ നമ്മൾ ഒരുമിച്ച് അവരോട് ചെന്ന് ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ. നീ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, അത് സ്വർഗസ്ഥലമാണ്. കാരണം അവിടെയാണ് വാക്തത്വങ്ങളുടെ ഹല്ലേലൂയ നിറവുള്ളത്. അവിടെയാണ് വാക്തത്വങ്ങളുടെ
പ്രകടനമുള്ളത്. നമ്മൾ അവിടെ എത്തിയാൽ മാത്രമേ ഈ വാക്തത്വങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കപ്പെടത്തുള്ളൂ. ഈ വാക്തത്വങ്ങൾ നമുക്ക് തുറന്നു തരത്തുള്ളൂ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണമേ. കനാൻ ദേശം പിടിക്കപ്പെടണമെങ്കിൽ, കനാൻ ദേശത്ത് ഇസ്രായേൽ ജനത്ത് പ്രവേശിക്കണമെങ്കിൽ ആ മക്കൾക്ക് ജനത്തിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയുള്ള മല്ലന്മാരോട് യുദ്ധം ചെയ്ത് അവർ അതിനെ പിടിച്ചടക്കണമായിരുന്നു. അതേ സിസ്റ്റം തന്നെയാണ് പിതാവാം ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ കയറി നീ ദുരാത്മാക്കളെ വെട്ടണം. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ കയറി നിന്റെ വാക്തത്വത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന ദുരാത്മ സ്വാധീനങ്ങളെ നീ വെട്ടിക്കളയണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കത്. ദൈവത്തിന്റെ മഹത്വത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നീ ഒത്തിരി സമയം പ്രാർത്ഥിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ എത്തുകയും നീ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഈ ഫൈറ്റിംഗിൽ അന്തിമ വിജയം നിനക്കാണ്. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണമേ. മറ്റൊരു വചനം കൂടി ഞാൻ പറയട്ടെ. വിശുദ്ധ തിരുവെടുത്ത് പറയുന്നു, സമാധാനത്തിന്റെ ദൈവം തന്നെ പിശാചിനെ വേഗത്തിൽ നിങ്ങളുടെ കാൽച്ചുവട്ട് ചതച്ചു കളയും. എങ്ങനെയാ ചതച്ചു കളയുന്നത്? നീ എപ്പോഴാണോ ആകാശ മണ്ഡലങ്ങളെ ഫൈറ്റ് ചെയ്ത് ജയിച്ച് സ്വർഗസ്ഥലങ്ങളിൽ കയറുന്നത്, സ്വർഗസ്ഥലങ്ങളിൽ കാൽവെക്കുന്നത്, ആ വെളിപാടിനെ ചൊല്ലി കർത്താവ് പറയുകയാണ്, ഇപ്പോൾ ഞാനും നിങ്ങളും സ്വർഗസ്ഥലത്തെത്തിയാൽ ഹല്ലേലൂയ, കർത്താവ് നമ്മോട് പറയും, ഇപ്പോൾ പിശാച് നിന്റെ കാൽച്ചുവട്ടില്ല മോനെ, ഇപ്പോൾ പിശാച് നിന്റെ താഴെയാ മോനെ. സമാധാനത്തിന്റെ ദൈവമോ നിന്നെ സ്വർഗസ്ഥലങ്ങളിൽ എടുത്തിട്ട്, ഹല്ലേലൂയ, സ്വർഗസ്ഥലങ്ങളിൽ എത്തിച്ചിട്ട് നിന്റെ കാൽ കീഴിൽ പിശാചിനെ ചതച്ചു കളയും. നിന്റെ കാൽ കീഴിലാക്കി തരും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുന്നത് നീ അവിടെ എത്തിയെങ്കിലേ ഉള്ളൂ. ഹല്ലേലൂയ. നീ അവിടെ പ്രവേശിച്ചെങ്കിലേ ഉള്ളൂ. നമ്മൾക്ക് പറയാൻ എളുപ്പമാ സഹോദരി, പറയാൻ എടുക്കുമാ പാസ്റ്ററേ. ഹല്ലേലൂയ. പക്ഷേ ശ്രദ്ധിച്ചു കേൾക്ക്. അവിടെ എത്തിയെങ്കിൽ മാത്രമേ സാത്താനെ കാൽച്ചുവട്ടിലിട്ട് ചവിട്ടാൻ പറ്റത്തുള്ളൂ, ചതയ്ക്കാൻ പറ്റത്തുള്ളൂ. പാമ്പുകളും തേളുകളും നിനക്ക് കീഴടങ്ങുന്നത് നീ ആ മണ്ഡലത്തിൽ എത്തിയത് കൊണ്ടാണ്. സ്തോത്രം. അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒന്ന് കൊതിക്കുക, അങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മേൽ ദൈവത്തിന്റെ നിറവ് വർദ്ധിക്കാൻ തുടങ്ങട്ടെ. നീ നിറവിന്മേൽ നിറവിന്മേൽ നിറവ് പ്രാപിച്ച്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. എങ്ങനെയാ സൗഖ്യമായത്? ആ നിറവ് അവരുടെ ശരീരത്തിന് പുറത്തു വന്നപ്പോൾ, ഹല്ലേലൂയ, ആ കണ്ട നിഴല് ശരീരത്തിന്റെ നിഴലല്ല, ആത്മനിറവിന്റെ നിഴല, ആത്മനിറവിന്റെ നിഴല. ആ നിഴല് തട്ടിയവൻ സൗഖ്യമാകും. ഹല്ലേലൂയ. ആ നിഴല് തട്ടിയാൽ ദുരാത്മാക്കൾ വിട്ടുപോകും. അങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൊതിക്കുക. നീ ബസ്സിനകത്ത് കയറിയ ഭൂതം പിടിച്ച ഏതെങ്കിലും ഒരുവനുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സ്വർഗം തെളിയിക്കും നീ ആരാണെന്ന്. സ്വർഗം കാണിച്ചു തരും നിന്നിൽ എന്താ വ്യാപരിക്കുന്നതെന്ന്. അതുപോലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൊതിക്കുക. നിന്റെ പ്രാർത്ഥന അങ്ങനെയുള്ളതാകട്ടെ. വാക്തത്വങ്ങളുടെ നിവർത്തീകരണം ഈ ദിവസങ്ങളിൽ നിന്നെ പൂർണ്ണമാകട്ടെ. എന്നെയും നിന്നെയും ഇനി പിശാചിന് വഞ്ചിക്കാൻ കഴിയത്തില്ല, തകർക്കാൻ കഴിയത്തില്ല. അറിവില്ലായ്മയെ ദൈവം നിന്നെ എടുത്തു മാറ്റുകയാണ്. നീ ഒത്തിരി സമയം പ്രാർത്ഥിപ്പാൻ തയ്യാറാകുക. ഒത്തിരി സമയം ആത്മാവിൽ പ്രാർത്ഥിക്കുക, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലനെ പോലെ, യെശയ്യാവിനെ പോലെ, പൗലോസിനെ പോലെ, ഹല്ലേലൂയ, ഒരു ആത്മമണ്ഡലത്തിൽ ഒരു ഷിഫ്റ്റ് നടക്കും നിന്നിൽ. നിന്നെ എടുത്ത് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ എടുത്ത് നേരെ സ്വർഗ സ്ഥലങ്ങളിൽ വെക്കും. ഹല്ലേലൂയ. നിനക്ക് ശുശ്രൂഷ അവിടെയാണുള്ളത്. നീ അവിടെ നിന്ന് പ്രാപിച്ച ശുശ്രൂഷയാണ് നീ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊണ്ട് താട്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ഒരു ദൈവശക്തി ഒഴുകി വരട്ടെ. വചനം പറഞ്ഞ കർത്താവ് യേശുവിന്റെ പ്രാർത്ഥന നോക്കിയേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരം നോക്കിയേ. ഞാൻ സുവിശേഷ ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുപോവുക. യേശു കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും അയച്ചു. ഈ കാര്യം കൊണ്ട് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. 70 പേരെ യേശു കർത്താവ് തിരഞ്ഞെടുത്തു, അവരെ ഗ്രാമങ്ങളിലേക്ക് അയച്ചു. യേശു കർത്താവ് പോകേണ്ട ഗ്രാമങ്ങളിലേക്ക് ഇവരെയാ ആദ്യം അയച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവ 70 പേർ മടങ്ങി വന്നിട്ട് യേശു കർത്താവിനോട് പറയുന്ന ഒറ്റ കാര്യമാണ്, കർത്താവേ, ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. ഭൂതങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ അലറി വിളിച്ചുകൊണ്ട് വിട്ടുപോവുകയാ. ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ, നിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങളിലൂടെ സംഭവിക്കുക. യേശു കർത്താവിന്റെ മറുപടി എന്തെന്നറിയാമോ?
ഹല്ലേലൂയ. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്നും താഴെ വീഴുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചിരിക്കുക, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്നും താഴെ വീഴുന്നത് ഞാൻ കണ്ടു. ആത്മമണ്ഡലത്തിൽ കയറി വെട്ടിയാൽ ഇങ്ങനെ ചിലത് കാണാൻ പറ്റും. ഹാലലൂയ. ആത്മമണ്ഡലത്തിൽ രണ്ടാമത്തെ മണ്ഡലത്തിൽ കയറി ഹാലലു ദുരാത്മാക്കളോട് ഫൈറ്റ് ചെയ്താൽ സ്തോത്രം, ഇങ്ങനെയുള്ള ചില അസാധാരണമായ കാര്യങ്ങൾ എനിക്കും നിനക്കും കാണാൻ പറ്റും. എന്റെയും നിന്റെയും ശുശ്രൂഷയിലൂടെ ആ കാര്യങ്ങൾ വെളിപ്പെട്ട് വന്നിരിക്കും. ഹാലലൂയ. എന്നിട്ട് കർത്താവ് പറയും, ഇതൊക്കെ ശരി തന്നെയാണ് കേട്ടോ, നിങ്ങൾ ഈ കാര്യത്തിലല്ല സന്തോഷിക്കേണ്ടത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്. ആ മൂന്നാമത്തെ മണ്ഡലം കൂടി പറയുകയാണ്, ആ ശുശ്രൂഷയിൽ നിങ്ങൾ നിൽക്കല്ലേ, ആ ശുശ്രൂഷ കൊണ്ട് അവസാനിപ്പിക്കല്ലേ. പല ശുശ്രൂഷകന്മാർ ഇതിൽ നിർത്തുകയാണ്, ഇതിൽ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതിലല്ല നിൽക്കേണ്ടത്, നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്. അതിന് തൊട്ട് മുകളിൽ ഒരു മണ്ഡലമുണ്ട്. അടുത്ത വാക്യം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷിക്കേണ്ടത് സ്വർഗസ്ഥലങ്ങളിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയൊക്കെ നടക്കും. ഇത് പിതാവാം ദൈവം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയാണ്. ആ വചനം നിങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യുവിൻ. രോഗികളെ സൗഖ്യമാക്കണം, ഭൂതങ്ങളെ പുറത്താക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് നിർത്തല്ലേ. ഹല്ലേലൂയ. പലരും ഈ ശുശ്രൂഷയെ മഹത്വമായി കാണുന്നവരുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. ഹല്ലേലൂയ. സൗജന്യമായി തന്നു സൗജന്യമായി കൊടുപ്പിൻ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ മണ്ഡലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ മണ്ഡലം കൊണ്ട് അവസാനിപ്പിക്കല്ലേ. ഹല്ലേലൂയ. ഇതിന്റെ മുകളിലൊന്നുണ്ട്, ഇതിന്റെ മുകളിലൊന്ന് വസിക്കുന്നുണ്ട്. അതാ സ്വർഗസ്ഥലം എന്ന് പറയുന്നത്. ഈ വാക്യം വായിക്കുമ്പോൾ ഇതിനകത്ത് കർത്താവ് അധികാരം കൊടുക്കുക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകലബലത്തെയും ചവിട്ടുന്നതിനൊക്കെ ഞാൻ അധികാരം തരുന്നു. എങ്കിലും അവ നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, സ്തോത്രം, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ട്. കർത്താവ് വിളിച്ച വിളി, ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കും. ആ വിളിയുടെ കൂടെ നിനക്കൊരു ഒരുക്കമുണ്ടാകട്ടെ. ഈ മൂന്ന് മേഖലകളെ ഞാൻ പറഞ്ഞു. എപ്പോഴാ വാക്തത്വം തുറക്കുന്നത്? വാക്തത്വം തുറക്കുന്നത് ഒന്നാമത്തെ മണ്ഡലത്തിലാണോ? അല്ല. രണ്ടാമത്തെ മണ്ഡലത്തിലാണോ? അല്ല. ഹല്ലേലൂയ. രണ്ടാമത്തെ മണ്ഡലത്തിൽ യുദ്ധം ആരംഭിക്കുകയാണ്. വാക്തത്വം തുറക്കുന്നത് എപ്പോഴാ? നീ എപ്പോഴാണോ കേട്ട ദൂത്, ഹല്ലേലൂയ, നീ എപ്പോഴാണോ കേട്ട ദൂതിനനുസരിച്ച് ആത്മമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗസ്ഥലങ്ങളിലേക്ക് എപ്പോഴാണോ നീ എത്തുന്നത്, ആ സെക്കൻഡ് മുതൽ, ആ സമയം മുതൽ നിന്റെ മേൽ വാക്തത്വം തുറന്നിരിക്കും. ഹല്ലേലൂയ. ഒരു വാക്തത്വത്തിന്റെയും അഭിഷേകത്തിന്റെയും പകർച്ച നിന്നിലൂടെ ഉണ്ടാകും. ശ്രദ്ധിക്ക് സഹോദരങ്ങളെ, നമ്മുടെ തലമുറകളെ അതിനുവേണ്ടി ഒരുക്കാമോ? നമുക്ക് അതിനുവേണ്ടി ഒരുക്കാമോ? നമ്മുടെ സഭയെ അതിനുവേണ്ടി ഒരുക്കാമോ? ഹല്ലേലൂയ. നമ്മൾ മറ്റൊന്നുമല്ല ആഗ്രഹിക്കേണ്ടത്, കൊതിക്കേണ്ടത്. ശിഷ്യന്മാർ പറഞ്ഞതുപോലെ, അപ്പാ, ഞങ്ങൾ സകലതും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിക്കാം. അങ്ങനെയെങ്കിൽ ഞങ്ങൾ സകലവും വിട്ട് ഞങ്ങൾ ഏതിനു വേണ്ടി ഇരിക്കാൻ പോകുകയാണ്, ഞങ്ങൾ ഏതിനു വേണ്ടി നിൽക്കാൻ പോകുകയാണ്. ഞങ്ങൾ സകലതും മാറ്റിവെച്ച്, എൻ്റെ സമയത്ത് മാറ്റിവെച്ച് ഞാൻ ഇരിക്കാൻ പോകുകയാണ്. എൻ്റെ സമയത്ത് വേർതിരിച്ച് ഞാൻ യുദ്ധം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട് നമുക്ക് ചില മിനിറ്റുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളും അല്പസമയം കണ്ണുകൾ അടച്ചാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഓരോരുത്തരുടെ മേൽ ഈ അഭിഷേകം, ഈ അനോയിന്റിങ് തുറക്കപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇപ്പോൾ നിറയട്ടെ, വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആകാശ മണ്ഡലങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. സ്വർഗസ്ഥലങ്ങൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ വാസസ്ഥലത്തിലെ സകല ഓഹരികളും നന്മകളും നിന്റെ പേരിൽ, നിന്റെ കുടുംബത്തിനകത്ത് നിന്റെ മേൽ അത് ഇറങ്ങി വരട്ടെ. യെസ്, ഒന്ന് പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും ആത്മാവിൽ ചില മിനിറ്റുകൾ അന്യഭാഷകൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ചില മിനിറ്റുകൾ സംസാരിച്ച് അതിനങ്ങൾ തുറന്ന് ഇപ്പോഴത് നിവർത്തിയാകേണ്ട സമയമാണ്. ഇപ്പോൾ പൊരുളുകൾ തിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിഴലുകൾ ഇപ്പോൾ അത് പൊരുളുകളായി മാറ്റപ്പെടുന്ന സമയങ്ങളാണ്. ഇതുവരെ നീ കണ്ടത് നിഴലെങ്കിൽ ഈ
ഒന്ന് മുതൽ ഈ വചനം അതിനെ പൊരുളാക്കി മാറ്റുകയാണ്. കമോൺ യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് റാസ്മാനിയ ലംബ്ര കാറ്റ ലംബ്ര ടൈസർ ലാപ്രോ 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 കുരു മന ലത്തെ റബോ നദാശത്തെ റാഭാനാതോ ശംതേനിയ റംശകോലിയാന ലമം തേരെ ജന മന ഹം തേരെ ഹസ്തേരെ കതുര കടഗസിയ യതോന ഏലോഹി റൂഹാനി മാനാശേ കതുര കടഗസി ജീവൻ കടകം ദൂരക്കെട്ടി വൈരക്കെട്ടി അറകെട്ടി ജീവച്ചാരം വൈടച്ചാരം ദൂരച്ചാരം അപ്തക്ഷാരം റൊക്കോന നാനോസ് റെസ്പൺസ് റമസെ റിബക്കബാല ബക്ടീരിയ അൽമനയ റതന റുസീമി റുസീമി ലംബെ ലമെ ലബക്കബാല ബാലബോഷിയാം തരെ ഹുറ നാപ ശാഖ നാഥ റീപ നാഥോ ശാഖ നാഥ ദൂരക ജാരക വടകേറി വറ്റക്കേറി വച്ചകെട്ടി വാടകെട്ടി അമ്പലക്കെട്ടി കടബലക്കെട്ടി കമ്പക്കെട്ടി കടബലക്കെട്ടി മണികെട്ടി കടകെട്ടി വള്ളിത്തേരി ലാലംബ്ര ലംബ്ര ഹൽദി ഹൽദി ഹസ്തി ഹസ്തി രഖമേനിയ ടെറ 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 ടെറാസ്ബി ടെറാസ്മാനിയോ ലംബ്ര കാറ്റ ലംബ്ര ടൈസ വേദം വേദം വേദ ഘടകം വേദ കെട്ടി പകരട്ടെ. ഹല്ലേലൂയ. ഒരാത്മ പകർച്ചം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. അസാധാരണമായ ശുശ്രൂഷയ്ക്ക് നിന്നെ എഴുന്നേൽപ്പിക്കട്ടെ. അവന്റെ കരം നിന്നെ പിടിക്കട്ടെ. നിന്റെ പ്രായം ഒരു വിഷയമല്ല, നിന്റെ അറിവ് ഒരു വിഷയമല്ല. ആ അനോയിന്റിംഗ് നിന്റെ മേൽ വന്നാൽ, ആ മഹത്വം നിന്റെ മേൽ വന്നാൽ, നിന്റെ മുമ്പിൽ രാജ്യങ്ങൾ വിറയ്ക്കും, നിന്റെ മുമ്പിൽ മത നേതാക്കൾ വിറയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒന്നിനായി നിന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ പ്രാപിക്കുക. പ്രിയ പിതാവേ, സഭയുടെ മേൽ ഈ വ്യക്തികളുടെ മേൽ ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹത്താലും ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ്, ഇവരെ നിറയ്ക്കുകയാണ്. ഇവർ പച്ച പിടിച്ചും പുഷ്ടി പിടിച്ചിരിക്കട്ടെ. ഇവർ ഒരു അനുഗ്രഹമായിരിക്കട്ടെ. ദേശത്ത് ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ സഭയിൽ ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ. ഇവർ മുഖാന്തരം സഭ വർദ്ധിക്കട്ടെ. ഇവർ എണ്ണത്തിൽ പെരുകട്ടെ. ജാതികളുടെ നന്മ ഇവർ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. സകല കെട്ടുകളെയും പൊട്ടിക്കുവാനുള്ള ശേഷി, ഒരാത്മാ ബലം ഈ ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകാര്യം ഇവരുടെ കൂടെ ഇരിക്കട്ടെ. ഞാൻ നിന്റെ മുൻപും പിൻപും ഇറങ്ങി നിൽക്കട്ടെ. ദൂതന്മാർ നിനക്ക് കാവലായി ഇറങ്ങട്ടെ. ദൂതന്മാർ നിനക്ക് പ്രൊട്ടക്ഷൻ തരട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. മഹത്വമേറിയ ശുശ്രൂഷകൾക്കായി ഈ ജനത്തെ ഒരുക്കിയാൽ സ്തോത്രം ചെയ്യുകയാണ്. സ്വർഗവൻ കാര്യങ്ങളെ ചെയ്യാൻ നന്ദി പറയുകയാണ്. അധികാരം ഇവിടെ നാവിൻ തുമ്പിൽ വരട്ടെ. യെസ്, ഹല്ലേലൂയ. ഇവരുടെ പ്രവചനത്തിൽ ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബീന സിസ്റ്റർ, ഹല്ലേലൂയ, മറ്റു വ്യക്തികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, തികഞ്ഞ ദൈവ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ ചലിക്കട്ടെ. ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നവോ അവരുടെ മേൽ ഒരു അസാധാരണമായ ആത്മപകർച്ചയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. താങ്ക് യു.